ഗൈസ്, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മോട്ടോറോളയുടെ ഫോണോ ഗൂഗിളിൻ്റെ ഫോണോ ഇല്ലെങ്കിൽ നത്തിങ്ങിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇമേജസ് ആൻഡ് വീഡിയോസ് ഹൈഡ് ചെയ്ത് വെക്കുകയെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഫോണിലും മോട്ടോറോളയുടെ ഫോണിലും നത്തിങ്ങിൻ്റെ ഫോണിലും ഒരു ആപ്ലിക്കേഷൻ ഡീഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് ഫയൽസ് ഗോ. ഇപ്പോൾ നിങ്ങൾ ആക്സിഡൻ്റലി ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, ഫയൽസ് ബൈ ഗൂഗിൾ ഉണ്ടാവും, അത് പിന്നെയും പോയിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡോണ്ട് അലോ കൊടുക്കുക. നമുക്ക് സേവ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, കണ്ടില്ലേ? ആ സേവ് ഫോൾഡർ പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് പിന്നോ പാറ്റേണോ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 1 2 3 4 അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അമർത്താണ്. ഒന്നുകൂടി 1 2 3 4 ഒന്നുകൂടി അടിക്കണം ആ പിന്നെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് നമുക്ക് ഏതൊക്കെ ഇമേജസാണ് വീഡിയോസാണ് ഹൈഡ് ചെയ്തേണ്ടത് അത് നമുക്ക് ഹൈഡ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇമേജസിലേക്ക് പോവാം. ഇമേജസിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ, ആ ഫോൾഡറൊക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഞാൻ ക്യാമറ ഫോൾഡറിലാണ് പോണത്. ക്യാമറ ഫോൾഡറിൽ ഈ 3 ഫോട്ടോസാണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ടു സേവ് ഫോൾഡർ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു പിന്നുണ്ടല്ലോ, ആ പിന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജസൊക്കെ ഹൈഡ് ആവണതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗാലറി ആപ്പോ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയാലും നമുക്ക് ആ ഇമേജസ് കാണാൻ പറ്റില്ല. ബിക്കോസ് ഗൂഗിൾ ഫയൽസിൻ്റെ ഉള്ളിൽ ആ ഇമേജസ് ഇല്ലെങ്കിൽ വീഡിയോസ് ഹൈഡ് ആയിരിക്കുന്നതാണ്. അതേമാതിരി ആ ഇമേജസ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഫയൽസ് ആപ്പിൽ പോവുക. ഫയൽസ് ആപ്പിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സേവ് ഫോൾഡർ ഉണ്ടാവും. സേവ് ഫോൾഡറിൽ പോവുക. അത് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത പിന്നെ അതൊന്നുകൂടി അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ ഫോട്ടോ ആണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഫോട്ടോസോ വീഡിയോസോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അൺഹൈഡ് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട് ഉണ്ടാവും. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ഔട്ട് ഓഫ് സേവ് ഫോൾഡർ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജസ് അൺഹൈഡ് ആവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഗാലറിയിൽ കാണാൻ പറ്റും ആ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. ഇതുമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത് നത്തിങ്ങിൻ്റെ ഫോണോ മോട്ടോറോളയുടെ ഫോണോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്